പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിലെ പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസാണ് 4.2 എന്ന് പറയുന്ന എക്സസൈസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫുൾ മാർക്ക് എന്ന ബുക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ സീറോസ് ഓഫ് ദി ഫോളോയിങ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആൻഡ് വെരിഫൈ ദ റിലേഷൻ ബിറ്റ്വീൻ സീറോസ് ആൻഡ് ദി കോഎഫിഷ്യൻറ്റ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആദ്യം ഓരോ ഇക്വേഷൻ്റെയും സീറോസ് കണ്ടുപിടിക്കണം. സീറോസ് കണ്ടുപിടിച്ചതിന് ശേഷം അവരെ വെരിഫൈ ചെയ്യണം. അവരെ കോഎഫിഷ്യൻസ് വെച്ചിട്ട് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തെ ഇക്വേഷൻ x² - 2x - 8 ആണ്. അതിനെ അങ്ങോട്ട് ഇറക്കി എടുത്ത് എഴുതി. എന്നിട്ട് x² - 2x - 8 x² + 2x - 8 അതങ്ങനെ തന്നെ എഴുതിയിട്ട് നമ്മൾ ആദ്യത്തെ ഈ x² നിന്നും 2xൽ നിന്നും ഒരു കോമൺ പുറത്തേക്ക് എടുക്കുക. അതാണ് x പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ -4xൽ നിന്നും -8ൽ നിന്നും ഒരു കോമൺ പുറത്തേക്ക് എടുക്കുക. അതാണ് -4 അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കി നോക്കിയേ, ഈ പുറത്തേക്ക് എടുത്തതിന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x² + 2x തന്നെ കിട്ടും. -4നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ -4x - 8 കിട്ടും. അപ്പോൾ ഈ ഒരു രൂപത്തിലായിട്ട് ഇപ്പോൾ ഇനി നമുക്ക് ഒപ്പം തന്നെ ഇവിടെ ഈ ബ്രാക്കറ്റിനകത്ത് എന്തായാലും നമുക്ക് ഏകദേശം സെയിം തന്നെ കിട്ടുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ x + 2 x + 2. അപ്പോൾ ബാലൻസ് ഉള്ള ആളുകളെ എക്സിനെയും -4നെയും ഒരു പെയറായിട്ട് എഴുതുക. അപ്പോൾ x - 4 വന്നു. ഒപ്പം തന്നെ ഈ ബ്രാക്കറ്റിൽ കോമൺ ഉള്ളതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് വിളിക്കുക എഴുതി x + 2. അപ്പോൾ x - 4 × x + 2 = 0. അപ്പോൾ a × b = 0 എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ a 0 ആവണം അല്ലെങ്കിൽ b 0 ആവണം. ആ കണ്ടീഷൻ വെച്ചിട്ട് x - 4 = 0, -4നെ അങ്ങോട്ട് കൊണ്ടുപോയി x = 4. ഒപ്പം തന്നെ രണ്ടാമത്തെ x + 2 = 0, +2നെ അങ്ങോട്ട് കൊണ്ടുപോയി -2. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് x = 4, x = -2 ആണ്. അങ്ങനെ നമുക്ക് സീറോസ് കിട്ടി. സീറോസ് ഓഫ് ദി x² - 2x - 8 എന്തൊക്കെയാണ്? 4ഉം -2 ആണ്. ഇനി അടുത്തത് നമുക്കിപ്പോൾ സീറോസ് കിട്ടി. ഇനി വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്യാനുള്ള ഇക്വേഷനാണ് α + β = -b/a. α + β = -b/a. അത് പ്രകാരം ആൽഫയും ബീറ്റയും എടുത്തു. ആൽഫ നമ്മുടെ 4 ആണ്, ബീറ്റ എന്ന് പറയുന്നത് -2 ആണ്. ഒപ്പം തന്നെ എ എന്ന് പറയുന്നത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഇത് x²ൻ്റെ കോഎഫിഷ്യൻ്റാണ് എ, എക്സിൻ്റെ കോഎഫിഷ്യൻ്റാണ് ബി, അതായത് -2, സി എന്ന് പറയുന്നത് -8. അപ്പോൾ b/a എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുന്നത് -2, എ എന്ന് പറഞ്ഞാൽ 1. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ -b ആണ്. അപ്പോൾ -b എന്ന് പറയുന്നത് -2 ആണെങ്കിൽ -b എന്ന് പറഞ്ഞാൽ -2 വരും, അതായത് +2 വരും. +2/+1 എന്ന് പറയുന്നത് 2 കിട്ടും. അപ്പോൾ ഇവിടെ 4 + -2 എന്ന് പറഞ്ഞാൽ 4ൽ നിന്ന് -2 കുറയ്ക്കുമ്പോഴും വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൽ നിന്ന് ഇടുമ്പോൾ നമുക്ക് +2 കിട്ടും. അപ്പോൾ +2 = +2. അപ്പോൾ ഇത് വെരിഫൈഡായി, അതായത് ഈക്വലായി. ഇനി അടുത്തതെന്ന് പറയണത് പ്രൊഡക്റ്റിനെ ചെയ്യണം. അപ്പോൾ അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് സീറോസ് α × β = c/a. വെറും c/a, മൈനസൊന്നുമില്ല, c/a. അത് വെച്ച് ചെയ്യുമ്പോൾ സി എന്ന് പറയുന്നത് സിയുടെ വാല്യൂ -8 ആണ്, എയുടെ വാല്യൂ 1 ആണ്, അതായത് -8/1. ഇനി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആൽഫയും ബീറ്റയാണ്. ആൽഫ 4, ബീറ്റ -2. അപ്പോൾ 4 × -2 അതായത് -8. അപ്പോൾ -8 = -8. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വെരിഫൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രോബ്ലം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. 4s² - 4s + 1. 4s² - 4s + 1 അങ്ങനെ എഴുതി. ഇനി ഇതിൽ നിന്ന് കോമൺ പുറത്തേക്ക് എടുക്കണം, ഇതിൽ നിന്നും കോമൺ പുറത്തേക്ക് എടുക്കണം. അതിന് മുന്നേ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ 4നെ ആദ്യം ഈ നമ്മുടെ x² എന്ന് പറയുന്നത് അല്ലെങ്കിൽ s² എന്ന് പറയുന്നതിൻ്റെ അവിടെ 1 ആയിരിക്കണം. അപ്പോൾ നമ്മൾ 1 ആണെങ്കിൽ നമ്മളിത് ചെയ്യുന്നുണ്ട്, അതായത് a × c നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ 4s ഈ x² അല്ലെങ്കിൽ ഏതാണോ വേരിയബിൾ അതിൻ്റെ സ്ക്വയർ ഉള്ളതിൻ്റെ അപ്പുറത്തുള്ള നമ്പർ ഇവിടെ 4 ആണ്. ആ 4 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് നമ്മൾ സീനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 × 1 4 കിട്ടും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ -4 കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ -4 കിട്ടണം. അങ്ങനത്തെ നമ്മൾ രണ്ട് നമ്പർ കണ്ടുപിടിക്കണം. ആ നമ്പേഴ്സാണ് -2ഉം -2ഉം. അപ്പോൾ മിഡിൽ ടേം സ്പ്ലിറ്റായി -2s -2s. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും,
അപ്പോൾ -2s പ്ലസ് 1. ഇനി ഇതിൽ നിന്ന് കോമൺ പുറത്തേക്ക് എടുക്കുക. പുറത്തേക്ക് എടുക്കുമ്പോൾ 2s ആണ് കോമൺ, പുറത്തേക്ക് എടുത്തു. 2s ഇൻറ്റു 2s മൈനസ് 1. ഒപ്പം തന്നെ ഇതിൽ നിന്ന് കോമൺ പുറത്തേക്ക് എടുത്തു. -1 ആണ് കോമൺ, -1 പുറത്തേക്ക് എടുത്തു. ഇനി ഇത് രണ്ടും ഈക്വൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2s മൈനസ് 1, 2s മൈനസ് 1. അപ്പോൾ ഇത് ഒരു പെയർ കൂടെ എടുത്ത് എഴുതി. ഒപ്പം തന്നെ ഈ 2s മൈനസ് 1 അതിൻ്റെ ഒരു പെയറാക്കി എഴുതി. അപ്പോൾ നമുക്ക് ഒറ്റ പെയറുള്ള 2s മൈനസ് 1 ആണ്. അപ്പോൾ 2s മൈനസ് 1 = 0 കൊടുത്തു. +1 -1 അപ്പുറത്തേക്ക് +1 ആയി. 2നെ അടിക്കുന്നത് 1/2 ആയി. അപ്പോൾ s = 1/2. എസിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് രണ്ട് വാല്യൂസും ഈക്വൽ വാല്യൂസ് ആണ്. സീറോസ് 1/2 ആണ്. ഈക്വൽ ആയിട്ടുള്ള വാല്യൂസ് ആണ് നമുക്ക് കിട്ടുക. ഇനി സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ. ആൽഫ 1/2 ആണ്, ബീറ്റ 1/2 ആണ്. മൈനസ് ബി ബൈ ആണ് നമ്മുടെ ഇക്വേഷൻ. ഫസ്റ്റ് പറഞ്ഞില്ലേ ആൽഫ പ്ലസ് ബീറ്റ = -b/a. അപ്പോൾ -4/4 കിട്ടും. എങ്ങനെയാണ് 4 കിട്ടിയത്? എയുടെ വാല്യൂ 4, ബിയുടെ വാല്യൂ -4, സിയുടെ വാല്യൂ 1. ഇതിൻ്റെ കോഎഫിഷ്യൻസ് ഇത് കോൺസ്റ്റൻ്റ് ആണ്. -4/4 വരും. അതായത് ഈ മൈനസ് +4 ആവും. 4/4 1 കിട്ടും. 1 = 1. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആണ്. 1/2 × 1/2 ചെയ്യുമ്പോൾ നമുക്ക് 1/4 കിട്ടും. ഇവിടെ c/a ആണ്. സിയുടെ വാല്യൂ 1ഉം എയുടെ വാല്യൂ 4 നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ നോക്കി നോക്കാം. എയുടെ വാല്യൂ 4, ബിയുടെ വാല്യൂ -4, സിയുടെ വാല്യൂ 1. അപ്പോൾ നമുക്ക് സിയുടെ വാല്യൂ c/a എന്ന് പറയുമ്പോൾ 1/4 കിട്ടും. അതായത് 1/4 = 1/4. അപ്പോൾ ഈ പ്രോബ്ലം വെരിഫൈഡ് ആയി. അപ്പോൾ നമ്മൾ ഇനി ഈ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യും. നമ്മൾ മാത്സിൻ്റെ എല്ലാ പ്രോബ്ലംസും ഇനി എക്സ്ട്രാ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഈ ചാനലിലും ഇൻസ്റ്റാ പേജിലൊക്കെ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഫ്രീ ആകുമ്പോൾ ഒന്ന് കയറി നോക്കുക, പഠിക്കുക. താങ്ക് യു.